നമ്മളിപ്പോഴുള്ളത് 1993 സ്ഥാപിതമായ മലബാറിൻ്റെ കലാകേന്ദ്രം എന്നറിയപ്പെടുന്ന കണ്ണൂരിൻ്റെ സ്വന്തം ലാസ്യ കോളേജ് ഓഫ് ഫൈനാൻസിലാണ്. സ്വദേശികളും വിദേശികളുമായി 600-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കലാകേന്ദ്രത്തിൽ അവരുടെ വിശേഷങ്ങൾ അറിയുവാൻ വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ക്യാമ്പസ് ഹംഗാമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. അപ്പോൾ ലാസ്യ കോളേജ് ഓഫ് ഫൈനാൻസിലെ വിശേഷങ്ങളൊക്കെ പോയി കാണണ്ടേ? ചെക്ക് ഇറ്റ് ഔട്ട്. ഉള്ളിൽ കണ്ടില്ലേ, ഇതെന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഉള്ളിൽ പോയി നോക്കാം എന്താ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല, ഉള്ളിൽ ഭരതനാട്യം ക്ലാസ് തന്നെ നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് കളിക്കുന്നവരെയും കളിപ്പിക്കുന്നവരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ്, ഇങ്ങനെയാണോ അതോ എങ്ങനെയാണ് വന്ദനം? ഇങ്ങനെയാണല്ലേ? ടീച്ചറാണോ അവിടുത്തെ മെയിൻ ടീച്ചർ? അല്ല, ഞാൻ മാത്രമല്ല, കലാമണ്ഡലത്തെ ടീച്ചറുണ്ട്. എൻ്റെ പേര് കലാക്ഷേത്ര വിദ്യാലക്ഷ്മി. കലാക്ഷേത്ര വിദ്യാലക്ഷ്മി. ഞാൻ പയ്യന്നൂരാണ് താമസിക്കുന്നത്. പയ്യന്നൂർ. എന്തൊക്കെയാണ് പഠിപ്പിക്കാറുള്ളത് ഇവിടെ? PG ക്ലാസ്സസ്. ഭരതനാട്യം. ഞാൻ ഉദ്ദേശിച്ചത് ഭരതനാട്യമാണോ അതോ അല്ലെങ്കിൽ ഭരതനാട്യം മെയിൻ സ്പെഷ്യലൈസ്. ഓക്കെ, നമുക്ക് മെയിൻ സാറിനെ പരിചയപ്പെടാം. ഇവിടെ വരട്ടെ. സ്റ്റുഡൻ്റ് ആണ്, PG സ്റ്റുഡൻ്റ്. സോറി, തെറ്റിപ്പോയി. സ്റ്റുഡൻ്റ് ആണ്. PG ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഭരതനാട്യമാണ്. ഓക്കെ, പേരെന്താണ്? പേര് സന്തോഷ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വലിയേട്ടനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൃഥ്വിരാജ്. നമ്മുടെ ചോക്ലേറ്റിൽ പൃഥ്വിരാജിനെ കണ്ടിട്ടില്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൃഥ്വിരാജ്. പേര് ഞാൻ പറഞ്ഞു. സന്തോഷാണ്. ഓക്കെ, അപ്പം കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ. അപ്പോൾ നമുക്ക് കുട്ടികളെല്ലാവരെയും കൂടെ പരിചയപ്പെടാം. എല്ലാവരുടെയും പേര് ചോദിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ വലിയ പ്രശ്നമാവും. കുറച്ച് പേര് നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്തൊക്കെയാ പേര്? രൂപ. കണ്ണൂരാണോ? ഓക്കെ. സ്വാതി. അശ്വതി. ചന്ദന. ദുർഗ. മീര. ഡിനിയ. അപ്പം ഇത്രയും ബാച്ച് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. നിങ്ങളെങ്ങനെ അവിടെ എത്തിപ്പെട്ടത്? ഇൻട്രസ്റ്റ് കൊണ്ട് വന്നതാണോ അതോ അല്ലെങ്കിൽ ജന്മനാ നമുക്ക് പഠിക്കണം ഡാൻസ് പഠിച്ചാലേ ഞാൻ പോളൂ അങ്ങനെ വന്നതാണോ? അല്ലല്ല, ഇൻട്രസ്റ്റ് തന്നെയാണ് ഇവിടെ വരാൻ കാരണം. പിന്നെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇവിടെ വന്നു. കുഞ്ഞുനാൾ മുതലേ എപ്പോഴും ചെറുതായിട്ടുണ്ടായിരുന്നു. അല്ല, എന്താ പറയാ, ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാണോ അതോ പ്ലസ് ടു കഴിഞ്ഞിട്ട്? എങ്ങനെയാ? പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ കോഴ്സ് കഴിഞ്ഞിട്ട് വന്നതാ. പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ അങ്ങോട്ട് വരിക അതോ ഡിഗ്രി? എങ്ങനെയാണ് പരിപാടി? ഇപ്പൊ ഇവിടെ ഡിഗ്രിയും PGയും. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് സ്പെഷ്യലൈസേഷൻ ആയിട്ട് മാറി? പ്ലസ് ടു കഴിഞ്ഞ് വേറെ കോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓക്കെ. നിങ്ങളൊക്കെ? ഞാൻ പ്ലസ് ടു ചെയ്യുന്നു, കൂടെ ഡിപ്ലോമ ഭരതനാട്യം ചെയ്യുന്നു. ഓഹോ, അപ്പം വല്ലപ്പോഴേ വരത്തുള്ളൂ ഇവിടെ? അല്ല, ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കാനല്ലേ? ഇവിടെ ഹോസ്റ്റൽ ഉണ്ടല്ലേ? ഹോസ്റ്റലിൽ കൂടി ചേർന്നിട്ടുള്ള ഒരു കോളേജാണല്ലേ? അപ്പോൾ ഹോസ്റ്റൽ എന്തൊക്കെയാ ചെയ്യും? ഹോസ്റ്റലിൽ ഇവിടെ കൂടുതൽ എത്ര പേരുണ്ട് ഹോസ്റ്റലിൽ പഠിക്കണേ, ഹോസ്റ്റലിൽ താമസിക്കണേ? അവിടെ സീനിയർ? എല്ലാ ഹോസ്റ്റലിലും ഒരു സീനിയർ ഉണ്ടാവുമല്ലോ. ഞാൻ ഹോസ്റ്റൽ പഠിക്കുമ്പോൾ സീനിയർ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വേണ്ട, ഇപ്പോൾ ചെയ്യണ്ട, പിന്നെ ചെയ്താൽ മതി. ഒരു മെയിൻ ബുദ്ധിജീവി ഉണ്ടാവും. ആരാണത്? അയ്യോ, ഇത്രയും ചെറിയ ആളാണോ അവിടുത്തെ ബുദ്ധി? വളരെ. എന്താ പേര്? ഞാൻ അങ്ങോട്ട് വരാം, ഈ ബാച്ചും തീരട്ടെ. അപ്പം നിങ്ങൾക്ക് നവരസങ്ങളുണ്ടോ ഭരതനാട്യത്തിൽ? ഇപ്പൊ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചില്ലേ? പ്ലസ് ടു ആണല്ലേ? അപ്പം ഇതുവരെ ഒരു രസങ്ങളും അറിയില്ല. എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു രസങ്ങളും ഇല്ല. ഇതിൽ ഏത് ബാച്ചിൽ പിടിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും? എനിക്കൊരു നവരസം PG ആണല്ലേ? ഞാൻ അപ്പോൾ നമുക്ക് അവസാനം തന്നെ അവിടെ നിന്ന് പഠിക്കാം. അടുത്ത ബാച്ചിലോട്ട് പോകാം. നിൽക്കുന്ന 2 ബാച്ചുണ്ട്. എന്താ നിങ്ങൾ സീനിയേഴ്സ് ആണോ? സീനിയേഴ്സ് ഇവിടെ ഇരിക്കൂല. എന്താ പേര്? കവിത. രാഗിഷ. ടീച്ചറാണോ? അല്ല, സ്റ്റുഡൻ്റ് ആണ്. ഒരു സ്റ്റുഡൻറ്റും ടീച്ചറേയും തിരിച്ചറിയാൻ വലിയ പ്രയാസം ബാക്കിയുള്ള കോളേജുകളെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പം പിന്നെ സീനിയർ ആണോ ഇതിനകത്ത്? PG സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ എനിക്ക് നവരസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റും? ഇങ്ങനെ ഒരു കോളേജിലാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ വണ്ടി ഞാൻ ചിന്തിച്ചൊരു കാര്യം, എനിക്ക് നവരസങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നവരസം എനിക്ക് പഠിപ്പിച്ചു തന്നേ പറ്റൂ. ഇപ്പോൾ ഏതാ പഠിപ്പിക്കുന്നത്?
ഏതാ വേണ്ടത് ചെയ്യേണ്ടത്? ശൃംഗാരം ശൃംഗാരാണോ വേണ്ടത്? അല്ല അതാകുമ്പോൾ എല്ലാ സിറ്റുവേഷനിലും യൂസ് ചെയ്യാമല്ലോ. ചെയ്താൽ മതിയോ? ഇപ്പം ചെയ്യണോ? എനിക്ക് പഠിപ്പിക്കണം. പിന്നെ ഞാൻ അവിടുന്ന് പഠിച്ചിട്ടേ പോകുള്ളൂ. മതിയില്ലേ? ഇത്ര മതിയില്ലേ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു ഒരു നവരസം. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രസം, പെട്ടെന്ന് വരുന്ന ഒരു രസമല്ലേ ശൃംഗാരം? ശൃംഗാരമാണല്ലേ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. വരും സാധാരണ കാണിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ ശൃംഗാരം എന്ന് വിളിക്കും. ഓക്കെ ഓക്കെ, അതാണ്. പുള്ളിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ രൗദ്രം രൗദ്രോ നോക്കട്ടെ. ആ മുഖം കണ്ടാലും രൗദ്രം പെട്ടെന്ന് വർക്കൗട്ട് ആവും. മതിയായിരിക്കണു പേടിച്ചിരിക്കണു. ശരി, അടുത്ത ബാച്ച് പറട്ടെ. സീനിയർ ആണോ ജൂനിയർ ആണോ? സീനിയർ ആണോ? എന്താ പറയുന്നില്ല. PG ഫൈനൽ ഇയർ. എന്തോ PG ഫൈനൽ ഇയർ. എന്താ പേര്? പ്രീതി. സൗരമ്യ. ഇവിടെ അശ്വതി. ഇവിടെ സപ്ന. അപ്പോൾ നിങ്ങൾ സീനിയേഴ്സ് അല്ലേ? ഓക്കെ. ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ആണോ? അപ്പോൾ ഹോസ്റ്റലിൽ സീനിയർ എന്ന് പറഞ്ഞായിരുന്നു സീനിയർ ആണോ? അപ്പോൾ അവിടുത്തെ കൺട്രോളിംഗ് ഒക്കെ പുള്ളിക്കാരിയാണോ? ഒരുവിധം കൺട്രോൾ ചെയ്യും. എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യും? കുട്ടികളെ ഓരോ റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ടീച്ചേഴ്സിനോട് പറയും. ഓ, അപ്പോൾ മെയിൻ പാര പുള്ളിക്കാരിയാണല്ലേ? ഇല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റലിൽ ഒരു മെയിൻ ബുജി ഉണ്ടാവും. ബുജി അറിയാണ്ട് വേറെ ഒരു പരിപാടി നടക്കത്തില്ല. ബുജിയാണ് മെയിൻ പാര. എന്ത് പറഞ്ഞാലും പുള്ളിന്റെ ഒരു എന്താ പറയാ ഇല്ലാണ്ട് ഒന്നും വർക്കൗട്ട് ആവില്ല. അങ്ങനെയാണ് പരിപാടി. അങ്ങനെയൊന്നുമില്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, എല്ലാവരും ഫ്രീ ആയിട്ട്. അപ്പൊ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു രസം കാണിച്ചു തരാൻ പറ്റുമോ? ഓരോരുത്തർക്കും വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ രസം ഉണ്ടാവുമല്ലോ. എന്താ എക്സ്പ്രഷൻ ചേച്ചി ആര് ചെയ്യും? ചേച്ചി ചെയ്യും. പാസ് കൊടുത്തു, ചേച്ചി ചെയ്തോളൂ. എന്താ ചെയ്യാൻ വേണം? കരുണം ചെയ്തു. എന്താ കരുണം ചെയ്തോളൂ. ഇത്രയുള്ളല്ലേ? വളരെ സിമ്പിളാണ് ആ രസം. എത്ര പെട്ടെന്ന് അതിരുന്നേ. ഇവിടെ എന്തോ? വീണ. നയന. എന്തോ? ജോസ്ന. ഇവിടെ ഇന്ദിര. ടീച്ചറാണോ? അല്ല, സ്റ്റുഡൻ്റ്. നേരത്തെ പറഞ്ഞില്ല ഞാൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ആരൊക്കെ ഹോസ്റ്റലിലുള്ളത്? ഒറ്റക്കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാണോ അതോ എങ്ങനെ? 10 കഴിഞ്ഞിട്ട് വന്നാ? 10 കഴിഞ്ഞ ശേഷം ഉടനടി ചാടിയിരിക്കുകയാണ്. അത്ര ഇൻട്രസ്റ്റ് ആണോ ഡാൻസ് കളിക്കണമെന്ന്? ഇപ്പം സീനിയർ ആയില്ലേ? ഇപ്പോൾ BA ഫൈനൽ ഇയർ. എന്തോ? BA ഫൈനൽ ഇയർ ആയല്ലേ? നമുക്ക് കുറച്ച് സീനിയർ പുള്ളിക്കാരോട് ചോദിക്കാം. അപ്പം ഇന്ദിരാമ്മ എങ്ങനെ എത്തിപ്പെട്ടു? ഇത്ര കുറച്ച് ഏജ് ആയിട്ടാണല്ലോ ഈ ഫീൽഡിലോട്ട് വന്നത്. ഇൻട്രസ്റ്റ് കൊണ്ട് വന്നതാണോ അതോ? അതെ, ഇൻട്രസ്റ്റ് എടുക്കാൻ പ്രത്യേകിച്ച് പെർട്ടിക്കുലർ കോഴ്സ് എടുത്തു വന്നതാണല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഡിഗ്രി ചെയ്തതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ഡബിൾ മെയിൻ എടുത്തിട്ട് ഡിഗ്രി ചെയ്ത. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ക്യാൻസലായിട്ട് ഇതിന് ഡിഗ്രിക്ക് ചേർന്നതാണ് ഇവിടെ. അല്ല, ഇതെങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കോപ്പുകളെ കുറിച്ച് ടീച്ചറായിട്ട് പോകാൻ പറ്റുമോ? അതോ പ്രൊഫഷണലായിട്ട് ഡാൻസിൽ ഇറങ്ങാനാണോ പറയുന്നത്? എന്താണ് ഉദ്ദേശം? നമുക്കിനിയിപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകളൊന്നും ഇല്ലല്ലോ. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ പരസ്യം കണ്ടതാണ് ഇവിടെ ലാസ്റ്റിനെ പറ്റി. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ടീച്ചറടുത്ത് സംസാരിച്ച്, അപ്പോൾ ഒരുപാട് ദൂരെ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഡെയിലി വന്ന് പോകാനുള്ള ഒരു വലിയ പ്രയാസമല്ലേ. അപ്പോൾ ഇവിടെ മാക്സിമം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഇവിടെ ചേർത്തി. അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ഇപ്പോൾ അല്ലേ, ഇത്രയും പ്രായമായിട്ടും ഇതിങ്ങനെ പെർസ്യൂ ചെയ്യാൻ വന്നതിന് എൻ്റെ വക ഒരു അപ്രിസിയേഷൻ. അപ്പം നമ്മളെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അവരുടെ ഡാൻസ് ക്ലാസ് ഒന്ന് കാണാം.
നമ്മളെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അവരുടെ ഡാൻസ് ക്ലാസ് ഒന്ന് കാണാം. ഹലോ ലാസ്യ കോളേജ്, കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഹലോ, മഴയുണ്ടാണോ? ഹലോ ഹലോ ലാസ്യ കോളേജ്. പാട്ടുകാരികളാണ്, ഡാൻസ് ചെയ്യുന്നവരാണ്, ഒട്ടും ഉഷാറില്ല. തണുപ്പടിച്ച് പഴയ ക്ലാസിക് കാസറ്റുമാരി പാടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ക്യാമ്പസ് ഹംഗാമയുടെ
ഈ എപ്പിസോഡ് ഈ ട്രാവലോഗ് എത്തിയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാലയുടെ അടിയിൽ പ്രവർത്തിക്കുന്ന ലാസ്യ കോളേജ് ഓഫ് ഫൈനാൻസിലാണ്. നൃത്തവും സംഗീതവും തിമിർത്താടുന്ന ഒരു കോളേജ്. അൺലൈക്ക് നമ്മളുടെ പഴയ എപ്പിസോഡ് മാതിരി ചടുല താളങ്ങളോ ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്ന പാട്ടുകളോ ഒന്നുമല്ല. വളരെ ക്ലാസിക്കൽ പാട്ടുകളും ക്ലാസിക്കൽ നൃത്തങ്ങളും മാത്രമുള്ള ഒരു കോളേജ്. സോ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ കോളേജിനെ പറ്റി വളരെ നന്നായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു 3 മിനിറ്റിൽ ഇഷ്ടപ്പെട്ട ടീച്ചറിന് ഇഷ്ടപ്പെട്ട സ്റ്റുഡൻറ്റിനെ ഒന്ന് 1 മിനിറ്റിനുള്ളിൽ വിളിച്ച് സ്റ്റേജിലോട്ട് വിടാം. 2 മിനിറ്റിൽ സ്വന്തം കോളേജിനെ കുറിച്ച് മധുരമായ വാക്കുകൾ ഒന്ന് സംസാരിക്കണം. ഞാൻ തീർച്ചയായിട്ടും സമ്മാനം തരും. ഇല്ലെങ്കിൽ ഞാൻ കൂട്ടത്തിലുള്ള സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ തന്നെ ചൂസ് ചെയ്ത് വിളിക്കും. പെട്ടെന്ന് തന്നെ കൈവക്കിക്കോളൂ. ഇല്ല, സുന്ദരന്മാരെ അവഗണിക്കുന്നില്ല. ആ വെളുത്ത ഷർട്ട് വന്നോട്ടെ, കുനിയണ്ട, വന്നോട്ടെ. കൂട്ടത്തിലെ ഏറ്റവും നല്ല സുന്ദരൻ. ചുമ്മാ കയറുക. അപ്പോൾ നമുക്ക് വേണ്ടി ചുവപ്പ് കച്ചയൊക്കെ കിട്ടിയ ഒരു സുന്ദരൻ വരുന്നുണ്ട്. എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കലാണോ? ക്ലാസിക്കൽ. അല്ല, ഞാൻ കോസ്റ്റ്യൂം കൊണ്ടപ്പോൾ വിചാരിച്ചു മാർഗരിയ മല്ലിക ശ്രീനിവാസനായിട്ട് വേഷം കിട്ടാൻ വന്നതാണ്. അല്ല. ഓക്കെ, ശരി. എൻ്റെ റിക്വയർമെൻറ്റ് അറിയാമല്ലോ. ഈ കോളേജിൽ വന്നപ്പോൾ അതിനുശേഷം പ്രതീക്ഷിക്കാതെ സംഭവിച്ച എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് ഒരു 3 മിനിറ്റ് സംസാരിക്കുക. സ്വന്തമായി തോന്നിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഞാൻ ലാസ്യയിലെത്തിയിട്ട് ഇപ്പോൾ 7 വർഷമായി. ഇപ്പോൾ ഈ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇടയിൽ PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വളരെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കോളേജാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്. ടീച്ചിങ്, അതുപോലെ മാനേജ്മെൻറ്റ്, ഡയറക്റ്റിംഗ് എല്ലാം തന്നെ വളരെ നല്ലൊരു കോളേജാണ്. പിന്നെ നൃത്തത്തിനും സംഗീതത്തിനും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ തന്നെ നടത്തുന്ന ഒരു കോളേജാണ് ഇവിടെ. 2 വർഷമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫിലിയേഷൻ ലഭിച്ചിട്ട്. ഇതിനു മുന്നേ ഛത്തീസ്ഗഡിലുള്ള IKS യൂണിവേഴ്സിറ്റിയുടെ എഫിലിയേഷനോട് കൂടിയാണ് കോളേജ് നടന്നു പോന്നിരുന്നത്. ഒരുവിധ എല്ലാ വർഷങ്ങളിലും ലാസ്യ ഫെസ്റ്റ് നടത്താറുണ്ട്. ഇന്ത്യയിലും വിദേശത്തും ഫേമസ് ആയിട്ടുള്ള നർത്തകരെയും അതുപോലെ മ്യൂസീഷ്യൻസിനെയും വെച്ചിട്ടാണ് ഇവിടെ ഫെസ്റ്റ് നടത്തുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റുകളാണ് ലാസ്യ എന്നും നടത്തി വരുന്നത്. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തി. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസായി ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള അസമിൻ്റെ സത്രിയ എന്ന ഡാൻസിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങളുടെ കോളേജിന് സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അതുപോലെ മലയാളിയായ നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലക്കാരനായ ഷിജിത് നമ്പ്യാർ സാറിനെ ഇവിടെ കൊണ്ടുവരാൻ ലാസ്യക്ക് കഴിഞ്ഞു. കൂടാതെ സാർ ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ ഗുരുക്കന്മാർ കലാമണ്ഡലം ലത, കലാക്ഷേത്ര വിദ്യാലക്ഷ്മി, 2 പേരുടെയും ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന ഓരോ അറിവും വളരെ വലുതാണ്. ഞങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് വിഷയത്തെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ വളരെ ക്ലിയറായിട്ട് അത് പറഞ്ഞു തരുന്നതാണ്. പിന്നെ സംഗീത വിഭാഗത്തിലുള്ള ടീച്ചേഴ്സ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഏത് സമയത്തും കുട്ടികൾക്ക് എന്ത് ഉപകാരങ്ങൾക്കും എത്തുന്ന തരത്തിലാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്രതീക്ഷിതമായി ചോദിച്ചതല്ലേ ഞാൻ. ഇത്രയ്ക്ക് മനോഹരമായി പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക് യു. സോ സോനുവിന് വളരെയധികം നന്ദി തൻ്റെ കോളേജിനെ കുറിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ ജോലി ഏതല്ല, നിങ്ങളുടെ കൂട്ടുകാരികൾ, സ്വന്തം ക്ലാസ്മേറ്റ്സ് മനോഹരമായ പ്രോഗ്രാമുകളുമായി പൈപ്പ് ലൈനിലുണ്ട്. നമുക്കവരെ 1 by 1 സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. എൻജോയ് an unbelievable show of campus hangama. താതൈതയും താതാ കിടദഗതാതൈതയും താതാ കിടദഗതാതൈതയും താതാ കിടദഗദടങ്കുതോം തനികിടതും താതൈതാ കിടദഗതൈതൈ കിടദഗതാ
tây cái đất cái tao thế tao cái đất cái tây tất tây cái đất cái tao thế tao tây tất tây 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 tao thế đỡ đi 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 tất tây tao Ah